ധ്യാനാവസ്ഥിതസദ്ഗതേന മനസ പശ്യന്തിയം യോഗിനോ യസ്യാന്തം നബിദും സുര അസുരഗണ ദേവായ തസ്മൈ നമഃ. ഹനുമാൻജി തസ്മൈ. ആരാധനായ ഹിന്ദു ധർമ്മത്തിന്റെ കാവൽ പടയാളി SP ശ്രീധർജി, തമിഴ്നാട്, കേരളം, കർണാടക 3 സംസ്ഥാനങ്ങളിൽ ഹിന്ദു ധർമ്മത്തിനെതിരെ ആസുരിക ഭീകരശക്തികൾ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ ശക്തികൾക്ക് വേണ്ടി ഇവിടെ ഭരണം നടക്കുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ധർമ്മത്തിനെതിരെ വരുന്ന ഈ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് വരും നാളുകളിൽ ശക്തമായ സമര പോരാട്ടത്തിനു വേണ്ടി, ഹിന്ദുവിന്റെ നിലനിൽപ്പിനു വേണ്ടി സമരത്തിനുള്ള ആഹ്വാനമാണ് ഇതിവിടെ ശ്രീധർജി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എന്ന് മാത്രമല്ല ഭാരതത്തിലാകമാനം തന്നെ ലോകത്തിന് വെളിച്ചം വീശിയ ഹിന്ദു ധർമ്മം ഈ ഹിന്ദു രാഷ്ട്രത്തിലെ അവതാര പുരുഷന്മാരും സ്വാമി വിവേകാനന്ദൻ, ശങ്കരാചാര്യൻ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികള്, അയ്യൻ ചാരി, സുബ്രഹ്മണ്യ ഭാരതി, തിരുവല്ലൂർ തുടങ്ങിയ രാഷ്ട്രത്തിന്റെ വഴികാട്ടികളായ ആചാര്യന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ധർമ്മത്തിന് വേണ്ടി, ശ്രീരാമചന്ദ്രന് വേണ്ടി എന്തെല്ലാം ത്യാഗവും സാഹസവും നന്മയും സേവയും സുരക്ഷയും ആഞ്ജനേയ മഹാപ്രഭു ഈ അനുമാനിച്ചു ചെയ്തു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഭാരതത്തിൽ നടമാടുന്ന വർഗീയ സ്ഥിരീകരണ ചിന്ത മുസൽമാൻ ക്രിസ്ത്യൻ ശക്തികളെ അവർക്കെതിരെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനം ഭാരതത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഭക്തോത്സവം പറഞ്ഞിട്ടില്ല, ശ്രീധർജി പറഞ്ഞിട്ടില്ല, കാലഘട്ടത്തിന്റെ ആവശ്യമായ കണക്കിലെടുത്തുകൊണ്ട് ഈ ജനിച്ചു വളർന്ന ഈ ധർമ്മത്തിന്റെ സംസ്കാരത്തിനെതിരെയുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായി നമ്മൾ മുന്നേറുക. ഇതൊരു ധാർമ്മിക പ്രവർത്തനമാണ്, നിസ്വാർത്ഥമായ സേവനമാണ്. ഇത് ഓരോ പ്രസ്ഥാനങ്ങളും എനിക്കെന്ത് കിട്ടും, സ്വന്തമായി എന്ന് നേടാൻ സാധിക്കുമെന്ന് നോക്കുമ്പോൾ ഹനുമാൻ സേന കയ്യിലുള്ള ചെലവാക്കിക്കൊണ്ട് ഈ തമിഴകത്തെ മക്കളെ കൂടെ ഒരാളത്തെ മക്കൾ പോലെ ഒരു വിവേചനവുമല്ലാതെ ഏത് സമയത്തും നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ ഈ കോയമ്പത്തൂരിൽ തമിഴ്നാട് എത്തിച്ചേർന്നുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ഒരാളായിക്കൊണ്ട് കേരളത്തിലെ സമസ്ത ഹിന്ദു സഭാകളെ അനുവാദനം വിജയിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ശ്രീധർജി പറയുന്ന പാതയിലൂടെ അനുവാദ പാതയിലൂടെ നയിച്ചുകൊണ്ട് ഈ ധർമ്മത്തിന്റെ അനുമാന